ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നെത്തോലി തോരനുണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോ നെത്തോലിയാണ്. നെത്തോലി ഒരു ചെറിയ മീനല്ല കേട്ടോ, ഒരുപാട് ഗുണങ്ങളുള്ളൊരു മീനാണിത്. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത് നെത്തോലിയിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, അധികം പുളിയില്ലാത്ത ഒരു മാങ്ങയും ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു പച്ചമുളകും ഒരു തക്കാളിപ്പഴവും കൂടെ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ, ഒരു 4-5 ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഞാൻ എടുത്തേക്കുന്നത് കാന്താരി മുളകാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുക. ഈ മുളക് പൊടിയൊക്കെ നമ്മളൊരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. എരിക്ക് വേണ്ടി നമ്മൾ പച്ചമുളക് തന്നെ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ അരച്ചെടുത്ത കൂട്ട് നമ്മൾ ഈ നെത്തോലിയിലിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളം വയ്ക്കരുത്, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേവിക്കുക. ഓൾറെഡി നെത്തോലിക്കകത്ത് സവോളയ്ക്കകത്തും ഒക്കെ വെള്ളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇനി നമുക്കിത് പാകം ചെയ്യാം. അതിനായിട്ടിത് ഗ്യാസിലോട്ട് മാറ്റുക. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. പിന്നെയുള്ള 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ടോട്ടൽ സമയം 15 മിനിറ്റാണ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇത് ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം തന്നെയില്ല. ഒരുപാട് ഇളക്കി കൊടുത്താൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരുപാട് ഇളക്കരുത്. അതും ചെറിയ സ്പൂണിട്ട് മാത്രമേ ഇളക്കുകയും ചെയ്യാവൂ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിലാണ് ഈ മീൻ ബിരിയാണിയുടെ ടേസ്റ്റ്. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു 2 സെക്കൻഡ് എങ്ങാനും അടുപ്പിൽ വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാവുന്നതാണ്. ചോറിനൊക്കെ നല്ല ബെസ്റ്റ് ഒരു മീൻ കൂട്ടാനാണത്.